മഴയാണ്. ഇടിയും മിന്നലും അല്ല, ഇന്ന് ഭയങ്കര തണുപ്പാട്ടോ. അപ്പൊ ഇതും കൊണ്ടിരിക്കുക. നമ്മളെ അടിക്കാൻ നോക്കുന്ന പോലെ ഈ പട്ടി ചെയ്യുന്നുണ്ട്. ഭയങ്കര കുർത്തക്കേടാ കേട്ടോ. നിങ്ങൾ വൈഫൈ സ്റ്റാൻഡൊക്കെ വലിച്ച് താഴെ ഇട്ടത്. അപ്പം നിങ്ങൾക്ക് ഇന്ന് എന്താ കഴിക്കാൻ ഇഷ്ടം കമന്റ് ചെയ്യാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പനീർ കറിയാണ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ മിൽമേന്ന് മേടിച്ചൊരു പനീറിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ അത് നമുക്ക് ആദ്യം ഉള്ളിയും തക്കാളിയും ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റുക. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതേപോലെ പനീർ പീസാക്കി എടുക്കണം. എന്നിട്ട് അതിനകത്ത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. എടുത്തതിന് ശേഷം ജാറിനകത്ത് കാഷ്നട്ട് ഇച്ചിരി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടാം കേട്ടോ. ഞങ്ങൾ ഇച്ചിരി നല്ലോണം ഇടുന്നുണ്ട്, എന്ന് വെച്ചാൽ ടേസ്റ്റ് കൂടുതലും. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് നല്ലോണം അരച്ചെടുക്കാം. എന്നിട്ട് ഇച്ചിരി വെള്ളം അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് പേസ്റ്റ് പോലെ ആക്കി എടുക്കണം കേട്ടോ ഗൈസ്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് തട്ടിയിട്ടിട്ട് നല്ലോണം കുറുകി വരണം കേട്ടോ. അല്ലെങ്കിൽ പച്ച ഒരു ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു കുറുകി എടുക്കുന്നത്. എടുത്തതിന് ശേഷം ഈ പനീർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ നമ്മൾ ഓരോന്നായിട്ട് അതിനകത്ത് മൊത്തം ഇട്ടതിന് ശേഷം നമുക്ക് അതിനകത്ത് മിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യം മൊത്തം നമ്മൾ ഇട്ടിട്ട് നമുക്ക് ഇത്ര പീസ് വേണമെങ്കിൽ അതിനകത്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കുഞ്ഞു പീസ് വലിയ പീസായിട്ട്. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതുകൊണ്ട് ഇതേപോലെ നല്ല ടേസ്റ്റ് കിട്ടാൻ മഞ്ഞ കളറിൽ ഇരുന്ന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഇട്ടത്. കസ്തൂരി മേത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലീഫ് ഉണക്കിയത് നമുക്ക് ഈ എല്ലാ കടയിലും കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പരിപാടിയുള്ള ഇളക്കൽ പരിപാടിയാണ് കേട്ടോ ഗൈസ്. നല്ലോണം മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മുടെ പനീറിൻ്റെ ലുക്കാണ് ഈ ലുക്ക് കിട്ടിയതിന് ശേഷം 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് തുറക്കുമ്പോഴത്തേന് ഈ ഒരു ലുക്ക് കിട്ടും. അങ്ങനെ കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ തുറക്കുകയാണ്. തുറന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയാലോ. അങ്ങനെ ഇച്ചിരി നമ്മൾ കയ്യിലോട്ട് എടുത്തിട്ടൊന്ന് ഊതി നമുക്ക് കയ്യിലോട്ട് വെച്ച് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊക്കെ ഞാൻ ആസാമിലാണ് എനിക്കിതൊക്കെ ഭയങ്കര ടേസ്റ്റുള്ള, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സാധനം കേട്ടോ ഈ പനീർ കറി എന്ന് വെച്ചാൽ. എനിക്ക് ഭയങ്കര ജീവനാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ രാത്രി ഇതേപോലെയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആഹാരമെല്ലാം കഴിച്ചിട്ട് ബെഡിൽ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചതിന് ശേഷം ഞാൻ കിടക്കാൻ പോവുകയാണ്. എല്ലായിടത്തും പറയുന്ന കണക്ക് ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം നമ്മുടെ ഒരു വീഡിയോയ്ക്ക് നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് നിങ്ങളാർന്നാണ്. അപ്പോൾ താങ്ക് യു ഓൾ ഓഫ് യു. ഗുഡ് നൈറ്റ്. ബൈ.